नमस्ते बच्चों, सभी को मेरे हिंदी क्लास में स्वागत है। आज हम कक्षा 5 के इकाई 6 बांसुरी का दूसरा भाग रोती क्यों के बारे में पढ़ेंगे. ക്ലാസ് 5-ത്തെ യൂണിറ്റ് 6-ൻ്റെ ഫസ്റ്റ് പാർട്ട് വരെയുള്ള എല്ലാ വീഡിയോസും ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ വീഡിയോസിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാകും. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടുപഠിക്കണം. കൂടാതെ തന്നെ എൻ്റെ ചാനലിൽ ഒരു പ്ലേലിസ്റ്റിൻ്റെ ഫോൾഡറിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഫോൾഡർ, കേരള സിലബസ് ക്ലാസ് 5. അതിൽ പോയാലും നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ ലിങ്ക് കിട്ടും. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതും പ്രസ് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് എൻ്റെ ഫ്യൂച്ചർ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. നമ്മൾക്കിനി പാഠഭാഗത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് പാർട്ടിൽ എന്തായിരുന്നു? മനു ഇങ്ങനെ ഓടക്കുഴലിൽ ഇങ്ങനെ ഊതി ഓടക്കുഴൽ വായിച്ചുകൊണ്ട് നമ്മുടെ നദിയുടെ തീരത്തിൽ നിന്ന് ഇങ്ങനെ നടന്നു പോകുകയായിരുന്നു. പെട്ടെന്ന് എന്താണ്, കാല് വഴുതിപ്പോയി കയ്യിലിരുന്ന ആ ഓടക്കുഴൽ നദിയിലേക്ക് വീണു. അതുവരെയല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്താണ് മുന്ന് സംഭവിക്കാൻ പോകുന്നത് എന്നൊന്ന് നോക്കാം. റോത്തി ക്യൂ. റോത്തി ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനാണ് കരയുന്നത്? റോത്തി എന്ന് പറഞ്ഞാൽ കരയുക. ക്യൂ എന്തിനാണ് കരയുന്നത്? ഇതാര് ആരോടാണ് ചോദിക്കുന്നത്? നമ്മൾക്കൊന്ന് നോക്കാം. വാ അച്ഛി ലഗ്തി ഹോ, റോത്തി ക്യൂ. ബാൻസുരി എന്ന് പറഞ്ഞാൽ ഓടക്കുഴലിനോട് ആരോ ചോദിക്കുന്നതാണ്. കാണാൻ നല്ലതാണല്ലോ, അല്ലെങ്കിൽ നന്നായിരിക്കുന്നല്ലോ, പിന്നെ എന്തിനാണ് കരയുന്നത്? ഹായ് മേ ആഫത്ത് മേ പട് ഗയി. അപ്പോൾ ഇത് ബാൻസുരിയാണ്, നമ്മുടെ ഓടക്കുഴലാണ് പറയുന്നത്. ഹായ്, അയ്യോ ഞാൻ കുഴപ്പത്തിൽ പെട്ടുപോയല്ലോ. ആഫത്ത് എന്ന് പറഞ്ഞാൽ കുഴപ്പം. അപ്പോൾ ഇതിവിടെ പറയുന്നത് പത്ഥർ. പത്ഥർ എന്ന് പറഞ്ഞാൽ ആരാണ്? കല്ലിൽ പോയിട്ടല്ല അവിടെ നമ്മുടെ നദിയിൽ വീണിട്ട് ബാൻസുരി ഇങ്ങനെ ഒഴുകി പോയിട്ട് ഒരു കല്ലിൽ പോയിട്ടല്ലോ കൂട്ടിമുട്ടുന്നത്. അപ്പോൾ ഈ കല്ലാണ് ഇനി നമ്മുടെ ഓടക്കുഴലിനോട് ചോദിക്കുന്നത്. വാ അച്ഛി ലഗ്തി ഹോ, റോത്തി ക്യൂ. വാ, കാണാൻ അല്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ, കൊള്ളാമല്ലോ, നന്നായിരിക്കുന്നല്ലോ, പിന്നെ എന്തിനാണ് കരയുന്നത്? ബാൻസുരി ഹായ് മേ ആഫത്ത് മേ പട് ഗയി. ഓടക്കുഴൽ എന്താണ് അതിന് തിരിച്ചു പറയുന്നത്? അയ്യോ ഞാൻ കുഴപ്പത്തിൽ പെട്ടുപോയല്ലോ. ആഫത്ത് എന്ന് പറഞ്ഞാൽ കുഴപ്പം. പത്ഥർ ക്യാ ഹുവ, എന്ത് സംഭവിച്ചു? ബാൻസുരി മനു ആജ് बहुत खुश था, प्यार से मुझे बजाते चल रहा था, अचानक वह फिसलकर गिर गया, मैं छूटकर പാനി മേ ഗിരി, മുझे ബച്ചാവോ. എന്താണ് പറയുന്നത്? മനു ഇന്ന് വളരെയധികം സന്തോഷത്തിലായിരുന്നു. മനു ആജ് ബഹുത് ഖുഷ് ഥാ. മുझसे പ്യാർ സെ മുझे ബജാത്തെ ചൽ രഹാ ഥാ. വളരെ സ്നേഹത്തോടു കൂടിയാണ് എന്നെ ഇങ്ങനെ വായിച്ചു കൊണ്ട് പോകുന്നുണ്ടായിരുന്നത്. അച്ചാനക് വ ഫിസൽക്കർ ഗിർ ഗയ. അച്ചാനക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. എന്താണ് സംഭവിച്ചത്? മനു വഴുതി വീണു. ഫിസൽക്കർ എന്ന് പറഞ്ഞാൽ വഴുതി, ഗിർഗിയ എന്ന് പറഞ്ഞാൽ വീണു. മേ ഛൂട്ട്കർ പാനി മേ ഗിറി. എന്താണ് മനുവിൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണുപോയി. ഛൂട്ട്കർ എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് വീണുപോയി. എവിടേക്ക് പോയി വീണു? വെള്ളത്തിലേക്ക് പോയി വീണു. പാനി മേ ഗിറി, മുझे ബച്ചാവോ, എന്നെ സഹായിക്കൂ അല്ലെങ്കിൽ എന്നെ രക്ഷിക്കൂ. ബച്ചാവോ എന്ന് പറഞ്ഞാൽ രക്ഷിക്കൂ. പത്ഥർ कैसे बचाऊं, എങ്ങനെയാണ് രക്ഷിക്കുക? मैं चल नहीं सकता, എനിക്ക് നടക്കാൻ കഴിയില്ലല്ലോ. ചൽ नहीं सकता എന്ന് പറഞ്ഞാൽ നടക്കാൻ കഴിയില്ല. लेकिन हाँ कुछ कर सकता हूँ, പക്ഷേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. ബാൻസുരി ക്യാ, ഓടക്കുഴലിൽ എന്താണ് ചോദിക്കുന്നത്? എന്താണ് ചെയ്യാൻ കഴിയുക? പത്ഥർ मैं नदी से कहूँ वह तुम्हें रास्ता दिखा दे और तुम्हें किनारे പਹੁഞ്ചായി. അപ്പം പത്ഥർ എന്താ പറഞ്ഞ്? ഞാൻ നദിയോട് പറയാം നിനക്ക് വഴി കാണിച്ചു തരാൻ. രാസ്ത എന്ന് പറഞ്ഞാൽ വഴി കാണിച്ചു തരാൻ. ഓർ തുമ്ഹെ കിനാരെ പਹੁഞ്ചായി പറഞ്ഞാൽ, കിനാരെ എന്ന് പറഞ്ഞാൽ ആ തീരത്തേക്ക് എത്തിക്കാൻ ഞാൻ നദിയോടൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഈ പേജിലെ പുതിയ പദങ്ങളും അതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. പത്ഥർ കല്ല്, റോത്തി കരയുക, ആഫത്ത് കുഴപ്പം, പ്യാർ സ്നേഹം,
അചാനക് പെട്ടെന്ന്, ഫിസൽന വഴുതി വീഴുക, ഛൂട്ട്ന വീണുപോകുക, പാനി വെള്ളം, ബച്ചാവോ രക്ഷിക്കൂ അല്ലെങ്കിൽ സഹായിക്കൂ, ചൽ നടക്കുക, കർ സക്ത ചെയ്യാൻ കഴിയും, റാസ്ത വഴി, പहुंचाना എത്തിക്കുക. ബാസുരി ആകെ ബഹനെ ലഗി. അപ്പോൾ ഓടക്കുഴൽ എന്താണ്, മുന്നോട്ടിങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നു. ആകെ എന്ന് പറഞ്ഞാൽ മുന്നോട്ട്. മനു ഉസി ദിശാമേ ദോഡ് രഹാ ഥ. മനു എന്താ ചെയ്ത്, ആ ദിശയിലേക്ക് തന്നെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബാസുരി ഓടക്കുഴൽ എങ്ങോട്ട് ഒഴുകുന്നത് അവിടേക്ക് തന്നെ മനു ഓടിക്കൊണ്ടിരിക്കുക. ദോനോ ആപസ് മേ ദേക്കർ ആഹേം ഭർത്തേ രഹേ. രണ്ടുപേരും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആ വേദന പങ്കിടുകയായിരുന്നു, അല്ലെങ്കിൽ ഒരു നെടുവീർപ്പ്, ആഹി എന്ന് പറഞ്ഞാൽ നെടുവീർപ്പ് ഇട്ടുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ പോകുകയായിരുന്നു. ഇതിലെ പുതിയ പദങ്ങളുടെ അർത്ഥം എന്താണ്? ആകെ മുന്നോട്ട് അല്ലെങ്കിൽ മുന്നിലേക്ക്, ബഹനെ ഒഴുകുക ഒഴുകുന്നു, ദിശ ദിശ, ദോഡ് ഓട്ടം, ആപ്പസ് അന്യോന്യം, ആഹേ നെടുവീർപ്പ്, പീഡ വേദന, കാശ് ഒരു പക്ഷേ. ഓ യേ കേസി പീഡ ഹെ. ഓ എന്തൊരു വേദനയാണ്. ആരാണ് പറയുന്നത്? ബാൻസുരി ഓടക്കുഴലിൽ പറയുന്നതാണ്. എന്തൊരു വേദനയാണ്. കാശ് ഒരു പക്ഷേ, മനു കെ ഹാത്ത് ലഗ് ജാത്തി, മനുവിൻ്റെ കയ്യിൽ എത്തിപ്പെടുകയായിരുന്നെങ്കിൽ, ബീത്തെ ദിൻ കിത്തനെ പ്യാരെ ഥേ, കഴിഞ്ഞുപോയ ദിവസങ്ങൾ എന്തൊരു രസകരമായ ദിവസങ്ങളായിരുന്നു, എന്തൊരു നല്ല ദിവസങ്ങളായിരുന്നു. മനു കെ സാത്ത് സാരി ദുനിയ മുझे പ്യാർ കർത്തി ഥി. മനുവിൻ്റെ കൂടെ എല്ലാ ലോകവും, ഈ ലോകത്തെ എല്ലാവരും എന്നെയും സ്നേഹിച്ചിരുന്നു. ദുനിയ എന്ന് പറഞ്ഞാൽ ലോകം, പ്യാർ എന്ന് പറഞ്ഞാൽ സ്നേഹം. ക്യാ വഹ് ഖുഷി ലോട്ടായി. ആ സന്തോഷവും ആ സ്നേഹമൊക്കെ തിരിച്ച് കിട്ടുമോ എന്നാണ് ഇവിടെ ഓടക്കുഴൽ ഇങ്ങനെ ചിന്തിക്കുന്നത്. ഇതിലെ പുതിയ പദങ്ങളുടെ അർത്ഥം ഒന്ന് നോക്കാം. ഹാത്ത് കയ്യ്, ബീത്തെ കഴിഞ്ഞു, ദിൻ ദിവസം, പ്യാരെ പ്രിയ പ്രിയപ്പെട്ട, സാത്ത് കൂടെ, ദുനിയ ലോകം, ലോട്ട് മടങ്ങുക. അടുത്ത പേജിൽ എന്താണ്? ആകെ ക്യാ ഹുവാ ഹോഗ. എന്താവും ഇനി മുന്നോട്ട് സംഭവിച്ചിട്ടുണ്ടാവുക? ബേത്തി ബാസുരിക്ക് ഹാലത്ത് ക്യാ ഹോഗി. ആ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഓടക്കുഴലിൻ്റെ എന്താവും സ്ഥിതി? ക്യാ മനു ഓർ ബാസുരി മിലേ ഹോങ്കെ. മനുവും ബാസുരിയും കൂട്ടിച്ചേർന്ന് അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവുമോ? ഹാ തോ ക്യാ ഹുവാ ഹോഗ. ആ കണ്ടു ചേരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചിരിക്കും? നഹി തോ ക്യാ ഹുവാ ഹോഗ. അല്ലെങ്കിൽ എന്താവും സംഭവിച്ചിട്ടുണ്ടാവുക? നമ്മൾക്കൊന്ന് നോക്കാം എന്താവും സാധ്യതകളൊക്കെ എന്ന്. ബേത്തി ബാസുരി കി ഹാലത്ത് ക്യാ ഹോഗി. എന്തായിട്ടുണ്ടാവും ആ ഒരു ബാസുരിയുടെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ? ബഹത്തി ബാസുരി കി ഹാലത്ത് ബഹുത് ദയനീയ ഹോഗി. ആ ഓടക്കുഴലിൻ്റെ ഒരു സ്ഥിതി, ഹാലത്ത് എന്ന് പറഞ്ഞാൽ സ്ഥിതി വളരെ ദയനീയമായിരിക്കും. ക്യാ മനു ഓർ ബാസുരി മിലേ ഹോങ്കെ. രണ്ടുപേരും കണ്ടിട്ടുണ്ടാവോ? മനു ഓടക്കുഴലും തമ്മിൽ കണ്ടുമുട്ടുമോ? ഹാ മനു ഓർ ബാസുരി ജറൂർ മിലേ ഹോങ്കെ. അതെ, മനു ബാസുരി തീർച്ചയായും കണ്ടുമുട്ടിയിട്ട് ഉണ്ടാകും. ഹാ തോ ക്യാ ഹുവാ ഹോഗ. കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ എന്താവും ആയിട്ടുണ്ടാവുക? ബാസുരി ബഹത്തെ ബഹത്തെ നദി കെ കിനാരെ പहुंच गई होगी और मनु ने उसे उठा लिया होगा. ഓടക്കുഴലിൽ ഇങ്ങനെ ഒഴുകി ഒഴുകി നദിയുടെ തീരത്ത് എത്തിയിട്ടുണ്ടാകും, പിന്നെ മനു അതിനെ എടുത്തിട്ടുണ്ടാകും. നഹി തോ ക്യാ ഹുവാ ഹോഗ. അല്ലെങ്കിൽ എന്താവും സംഭവിച്ചിട്ടുണ്ടാവുക? ബാസുരി ബഹത്തെ ബഹത്തെ ഡൂബ് ഗയി ഹോഗി യാ കിസി ഓർ ജഗ പहुंच गई होगी. എന്ന് പറഞ്ഞാൽ ഓടക്കുഴൽ ഇങ്ങനെ ഒഴുകി ഒഴുകി എവിടെയെങ്കിലും ആ നദിയിൽ മുങ്ങിപ്പോയി കാണും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് എത്തിക്കാണും. ഓർ മനു ഓർ ബാസുരി കാ ടൂട്ട് സംബന്ധ് ടൂട്ട് ഗയാ ഹോഗ. അങ്ങനെയാകുമ്പോൾ എന്താ, മനുവിൻ്റെയും ഓടക്കുഴലിൻ്റെയും ആ ഒരു ബന്ധമില്ലേ, തകർക്കാൻ കഴിയാത്ത ആ ഒരു ബന്ധം, അത് എന്തായാലും അവിടെ തന്നെ അവസാനിച്ച് കാണും. ധീരെ ധീരെ ബാൻസുരി ബഹക്കർ കിനാരെ പहुंची. മെല്ലെ മെല്ലെ ആ ബാൻസുരി ഓടക്കുഴലിൽ ഒഴുകി ഒഴുകി തീരത്തേക്ക് എത്തി. മനുവിനെ ബാൻസുരി ഉഠാലി. മനു എന്താ ചെയ്ത്? ഓടക്കുഴലിൽ തിരിച്ച് അവിടുന്ന് എടുത്തു. അപ്പോൾ അവർ അവസാനം കൂട്ടിമുട്ടുകയാണ് ചെയ്തത് അല്ലേ?
ദോനോ ബഹുത് ഖുഷ്. രണ്ടുപേരും വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്. വളരെയധികം സന്തോഷമായി രണ്ടുപേർക്കും. ഫിർ ബാൻസുരി സെ ബജ്നെ ലഗ വഹി അനോഖ സംഗീത്. പിന്നെ എന്താ സംഭവിച്ച്? ആ ഓടക്കുഴലിൽ നിന്ന് പിന്നെയും ഒഴുകിക്കൊണ്ടിരുന്നു. ബഹനി ലഗ എന്ന് പറഞ്ഞാൽ ഒഴുകിക്കൊണ്ടിരുന്നു. അനോഖ സംഗീത്, അനോഖ എന്ന് പറഞ്ഞാൽ അദ്വിതീയമായ ആ സംഗീതം ഇങ്ങനെ പിന്നെയും ഒഴുകിക്കൊണ്ട് തന്നെ ഇരുന്നു. ഇതിലെ പുതിയ പദങ്ങളൊന്ന് നോക്കാം. ബെഹ്കർ ഒഴുകി, അനോഖ അദ്വിതീയമാണ്, സംഗീത് സംഗീതം. ഇനി ആ ചാപ്റ്ററിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്കതൊന്ന് നോക്കാം. പത്ഥർ നെ നദി സെ ക്യാ ക്യാ കഹാ ഹോഗ. ആ സ്റ്റോൺ, ആ കല്ല് നദിയോട്, കാരണം നദിയുടെ ഒരു ഹെൽപ്പ് വാങ്ങിക്കാം, മറ്റേ ഓടക്കുഴലിനെ സഹായിക്കാൻ വേണ്ടി നദിയിൽ നിന്ന് ഒരു ഹെൽപ്പ് വാങ്ങിക്കാമെന്ന് നമ്മുടെ കല്ല് പറഞ്ഞിരുന്നില്ലേ ഓടക്കുഴലിനോട്. അപ്പോൾ ആ കല്ലും മറ്റേ നദിയും തമ്മിലുള്ള സംസാരം എന്തായിരിക്കും, അതൊന്നും നമ്മൾക്ക് നോക്കാം. പത്ഥറും നദിയും തമ്മിലുള്ളൊരു വാർത്താലാപം എന്ന് പറഞ്ഞാൽ ഒരു കൺവേഴ്സേഷൻ, സംസാരമാണ് ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത്. അതൊന്ന് നമ്മൾക്ക് നോക്കിയാലോ. പത്ഥർ നദി തുമ്ഹാരി മദദ് ചാഹിയെ. പത്ഥർ എന്താ പറയുന്നത്? നദി നിന്റെ ഒരു ഹെൽപ്പ് വേണം. നദി कैसी मदद चाहिए. നദി തിരിച്ചു ചോദിക്കുകയാണ്, എന്ത് ഹെൽപ്പാണ് വേണ്ടത്? പത്ഥർ एक बांसुरी बहुत कष्ट में है. ഒരു ഓടക്കുഴല് വളരെയധികം സങ്കടത്തിലാണ്. നദി क्या हुआ उसे. എന്ത് സംഭവിച്ചു ഓടക്കുഴലിനെ? പത്ഥർ वो नदी में गिर गई है. അത് നദിയിലേക്ക് വീണിട്ടുണ്ട്. നദി वो कैसे गिरी. എങ്ങനെയാണ് വീണത്? പത്ഥർ उसका दोस्त उसे बचाता हुआ चल रहा था. ആ ഓടക്കുഴലിൻ്റെ കൂട്ടുകാരൻ ഓടക്കുഴലിനെ ഇങ്ങനെ വായിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. उसका पैर फिसल गया. കാല് വഴുതിപ്പോയി. और बांसुरी नदी में गिर पड़ी. അപ്പം എന്തായി? ആ ഓടക്കുഴൽ നദിയിലേക്ക് വീണുപോയി. നദി മുझसे क्या मदद चाहिए तुम्हें पत्थर. എന്നിൽ നിന്ന് എന്ത് ഹെൽപ്പാണ് നിനക്ക് വേണ്ടത്? പത്ഥർ. पत्थर उस बांसुरी को रास्ता दिखा दो और उसे किनारे तक पहुंचा दो. ആ ഓടക്കുഴലിനെ ഒന്ന് വഴി കാണിച്ചു കൊടുക്ക്, എന്നിട്ട് അതിനെ നദിയുടെ തീരത്തിലേക്ക് ഒന്ന് എത്തിക്കുമോ? നദി ठीक है मैं उसे किनारे तक पहुंचा देती हूँ. നദി എന്താ പറയുന്നത്? ശരി, ഞാൻ ഓടക്കുഴലിനെ ആ കിനാര എന്ന് പറഞ്ഞാൽ തീരത്തേക്ക് എത്തിക്കാം. ഇനി നമ്മൾക്ക് ഇതിലത്തെ കുറച്ച് ഇന്റേണൽ സിമ്പിൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. ബാൻസുരി ക്യോ റോ രഹി थी. എന്തുകൊണ്ടാണ് ഓടക്കുഴൽ കരഞ്ഞിരുന്നത്? നദി മേ ഗിർനെ കെ കാരൻ ബാൻസുരി റോ രഹി थी. നദിയിൽ വീണു പോയത് കാരണമാണ് ബാൻസുരി കരഞ്ഞത്. ബാൻസുരി നെ പത്ഥർ കോ ഗിർനെ കാ ക്യാ കാരൻ ബത്തായ. ഓടക്കുഴലിലെ കല്ലിനോട് എന്താണ് വീഴാനുള്ള കാരണം എന്തായിരുന്നു എന്നാണ് പറഞ്ഞു കൊടുത്തത്. മനു ഖുഷി സെ ബാൻസുരി ബജാത്ത ചൽ രഹാ ഥ. മനു സന്തോഷത്തോടു കൂടി ഓടക്കുഴൽ ഇങ്ങനെ വായിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ഉസ്കാ പേർ ഫിസൽനെ കെ കാരൻ ബാൻസുരി നദി മേ ഗിർ പടി. മനുവിൻ്റെ കാല് വഴുതി വീണത് കാരണമാണ് ബാൻസുരി വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ നദിയിലേക്ക് വീണുപോയത്. ബാൻസുരിനെ പത്ഥർ സെ ക്യാ കർനെ കോ കഹാ. ഓടക്കുഴലിലെ കല്ലിനോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? ബാൻസുരി നെ പത്ഥർ സെ ഉസെ ബച്ചാനെ കോ കഹാ. ബാൻസുരി ഓടക്കുഴൽ കല്ലിനോട് ഓടക്കുഴലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പത്ഥർ ഉസെ ക്യോ നഹി ബച്ചാ സക്താ ഥ. കല്ല് എന്തുകൊണ്ടാണ് കല്ലിനെ ബാൻസുരിനെ സഹായിക്കാൻ കഴിയാത്തത്? പത്ഥർ ഇസ്ലിയെ നഹി ബച്ചാ സക്താ ഥ ക്യോങ്കി വ ചൽ നഹി സക്താ ഥ. കല്ലിനെ എന്തുകൊണ്ടാണ് സഹായിക്കാൻ കഴിയാത്തത്? കാരണം കല്ലിന് നടക്കാൻ കഴിയില്ല. ചൽ നഹി സക്താ ഥ എന്ന് പറഞ്ഞാൽ നടക്കാൻ കഴിയില്ലായിരുന്നു. ക്യാ പത്ഥർ നെ ബാൻസുരി കി മദദ് കി. കല്ല് ബാൻസുരിനെ ഹെൽപ്പ് ചെയ്തോ? ഹാ പത്ഥർ നെ ബാൻസുരി കി മദദ് കി. കല്ല് ബാൻസുരി ഓടക്കുഴലിന്റെ ഹെൽപ്പ് ചെയ്തു. ബഹത്തെ സമയം ബാൻസുരി ക്യാ സോച്ച് രഹി ഥി. ഒഴുകുന്ന സമയത്ത് ആ ഓടക്കുഴൽ എന്താ ചിന്തിച്ചിരുന്ന്? ബഹത്തെ സമയം ബാൻസുരി അപ്നെ ഖുഷി ഭരെ പുരാനെ ദിൻ കെ ബാരെ മേ സോച്ച് രഹി ഥി. ഒഴുകുന്ന സമയത്ത്
ബാസുരിയുടെ സന്തോഷം നിറഞ്ഞ പഴയ കാലങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചിരുന്നത്. പുരാനെ ദിൻ എന്ന് പറഞ്ഞാൽ പഴയ കാലങ്ങൾ, ദിവസങ്ങൾ. और आशा कर रही थी कि वो वापस मनु से मिल जाए. പിന്നെ അതിൻ്റെ കൂടെ ആഗ്രഹിച്ചിരുന്നത് മനുവിൻ്റെ അടുത്തേക്ക് തിരിച്ചെത്താൻ കഴിയണം, അല്ലെങ്കിൽ മനുവിനെ കാണാൻ കഴിയണം എന്നാണ് ആശിച്ചിരുന്നത്. ഇതോടുകൂടി ഈ പോർഷൻ ഇവിടെ തന്നെ അവസാനിക്കുന്നു. അടുത്ത സെഷനിൽ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള പോർഷൻസും ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസും ചെയ്യാം. ഇതുവരെ ചെയ്തിട്ടുള്ള പോർഷനും അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുട്ടികളെ, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വയറീസ് എൻ്റെ കമൻറ്റ് ബോക്സിൽ സെൻഡ് ചെയ്യാവുന്നതാണ്. തീർച്ചയായും ഞാനത് നോക്കി അതിനുള്ള റിപ്ലൈ തരുന്നതാകും. അപ്പോൾ അടുത്ത സെഷനിൽ ഇതിൻ്റെ ബാക്കിയുള്ള പോർഷൻസായിട്ട് തിരിച്ച് കണ്ടുമുട്ടാം. ടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് ബൈ.